കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററിൽ ജീവിതത്തിന്റെ ഷോ അവര് ശ്രീ തിയേറ്ററിലേക്ക് ഇട്ടതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് ഉള്ള ഒരു വീഡിയോ തന്നെ ആയിരുന്നു. അതിനകത്ത് ഞാൻ കണ്ടത് 3 വിഭാഗത്തിലുള്ള കമന്റുകളാണ് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ തിയേറ്റർ ഓൾറെഡി 4K അറ്റ്മോസ് തിയേറ്റർ ആണ്. അപ്പോൾ ഓൾറെഡി അവിടെ 4K അറ്റ്മോസ് സ്ക്രീനിൽ തന്നെയാണ് ഷോ ഇട്ടിരിക്കുന്നത്, പിന്നെ എന്തിനാണ് കൈരളിലേക്ക് ഇടുന്നത്, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മുടെ ജീവിതം ടീം അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് തീരുമാനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ 4K അറ്റ്മോസ് സ്ക്രീനിൽ തന്നെ കളിക്കണം എന്നൊരു നിർബന്ധം അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് 4K അറ്റ്മോസ് സ്ക്രീനിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ശ്രീ തിയേറ്റർ നമ്മുടെ 4K അറ്റ്മോസ് തിയേറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ നമ്മളവിടെ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊജക്ഷനും സൗണ്ടും നല്ലതാണ്, അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ല. നമ്മളവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ക്രീനിൽ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി കൈരളി എന്ന് പറഞ്ഞ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ വടവണ്ടാര സ്ക്രീനാണല്ലോ. അപ്പോൾ അങ്ങനെ സ്ക്രീൻ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ സ്ക്രീനിലേക്ക് ഇട്ടത് എന്തുകൊണ്ടാണ്, അത് പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സാധാരണക്കാരുടെ കാര്യമാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു വിഷയമാണോടാ, ഇതൊക്കെയാണോ നീ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്? അങ്ങനെ വളരെ സാധാരണക്കാരൻ്റെ ഭാഷയിലല്ല, വളരെ മൃഗീയവും പൈശാചികവുമായിട്ടൊക്കെ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് കണക്റ്റ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോക്ക്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് സിദിനുണ്ട്. അപ്പോൾ സിദിൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് 35 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട്, ആടുജീവിതം കാണാൻ വേണ്ടി 35 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഏരീസ് പെക്സിലെ ഓടി വണ്ണി പോയിട്ടാണ് പുള്ളിക്കാരൻ സിനിമ കണ്ടത്. അപ്പോൾ ഇപ്പോൾ സിദിൻ്റെ കൂട്ടുകാരന്മാർ ഇപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കും, അല്ല നിനക്ക് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇത്രയും ദൂരം വണ്ടിയൊക്കെ ഓടിച്ച് പോയിട്ട് സിനിമ കാണേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഒരു കാര്യം റിലേറ്റ് ആവുന്നത് വളരെ കുറച്ച് പെർസെൻറ്റേജിന് മാത്രമാണ് കേട്ടോ. അതായത് ഈ സ്ക്രീൻ നോക്കിയിട്ട്, അതായത് പ്രൊജക്ഷൻ, സൗണ്ട്, സ്ക്രീനിൻ്റെ വലിപ്പം നോക്കി സിനിമ കാണാൻ പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണോ എന്നൊക്കെ ചോദിക്കുന്ന വളരെ സാധാരണക്കാർ. ഇപ്പം എനിക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഇത് നമ്മുടെ ആസ്വാദന നിലവാരത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നിലവാരത്തിന് മുകളിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കണക്റ്റ് ആവത്തുള്ളൂ. അപ്പം ബാക്കി അതിന് താഴോട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇതൊന്നും ഒരു വിഷയമല്ല, അറിയാലോ, ഞാൻ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ വിഭാഗം, ഇതാണ് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഇവർ കാരണമാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കുറച്ച് പേര് വളരെ വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ മെസ്സേജ് അയച്ച കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് പേര് വളരെ റൂഡായിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ നല്ല റെസ്പോൺസ് വരും കേട്ടോ. ഈ ഒരുപാട് മെസ്സേജ് ഫേസ്ബുക്കിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടുണ്ട്. തിയേറ്ററുകാർ ഇഷ്ടത്തിനൊന്നും അങ്ങനെ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊന്നും കളിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കുറേ പറഞ്ഞിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററുകാരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയേ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ ഒരു ചോദ്യം നമ്മളെ വല്ലാതെ ഒന്ന് ഹോണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, നമുക്ക് പരിചയമുള്ള കുറേ തിയേറ്റർ ഓണർമാരുണ്ട്. അപ്പോൾ ഞാൻ എന്തോ ചെയ്ത് കുത്തിയിരുന്ന് എല്ലാവരും അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയേ. അപ്പോൾ അങ്ങനെ വിളിച്ച സമയത്ത് അവർ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ആ ഒരു കാര്യം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നാൽ പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഒന്ന് അറിയിക്കണ്ടേ? ആ ഉത്തരവാദിത്തം എനിക്കില്ലേ? ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് തിയേറ്ററെ സംബന്ധിച്ച്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ തിയേറ്റർ സ്ക്രീനിൽ കുറേ അധികം ബ്രാൻഡുകളുടെ പേരുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. TSR, UFO, ക്യൂബ്, ഡോൾബി അറ്റ്മോസ്, മാജിക് ഫ്രെയിംസ്, ഇത് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ അവർക്കാരാണ് പറയട്ടോ, ആശീർവാദ്, അങ്ങനെ കുറേ അധികം ബ്രാൻഡുകളുടെ പേരുകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ UFO എന്ന് പറയുന്നതും TSRും ക്യൂബും PXDയും ഇവരുടെയൊക്കെ പരിപാടി എന്തോ ഈ തിയേറ്ററിനകത്ത്. അപ്പം ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്, പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ ഇവരുടെയൊക്കെ പരിപാടി എന്താണെന്ന്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേ നിങ്ങളൊരു തിയേറ്റർ ഓണറാണേ. നിങ്ങളൊരു തിയേറ്റർ ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ്, TSR, UFO പോലുള്ള കോണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ സപ്പോർട്ടില്ലാതെ തിയേറ്റർ തുടങ്ങാനായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ നിങ്ങളുടെ തിയേറ്ററിൽ നിങ്ങൾക്ക് ക്രിസ്റ്റിയുടെ RGB ലേസർ പ്രൊജക്ടർ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് തിയേറ്ററിൽ സിനിമ റൺ ചെയ്യാനായിട്ട്. അതാണ് നിങ്ങളുടെ പ്ലാൻ. അപ്പോൾ നിങ്ങൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ക്രിസ്റ്റീനെ കോൺടാക്ട് ചെയ്യണോ? അപ്പം അതിനകത്ത് ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് പാർട്ട്ണർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ക്രിസ്റ്റിയുടെ RGB ലേസർ പ്രൊജക്ടർ വാങ്ങിയിട്ട് തിയേറ്ററിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് TSRനെയാണ് കേട്ടോ. TSR എന്ന് പറഞ്ഞ ആ ഒരു കോണ്ടന്റ് പ്രൊവൈഡർ ഉണ്ടല്ലോ, അവരാണ് നമ്മുടെ ക്രിസ്റ്റിയുടെ RGB ലേസർ പ്രൊജക്ഷൻ്റെ
ഇൻ്റഗ്രേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഖേനയാണ് നിങ്ങളുടെ തിയേറ്ററിലേക്ക് നിങ്ങളുടെ ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കോണ്ടന്റ് പ്രൊവൈഡറായിട്ട് മാറാൻ പോകുന്നത് TSR ആയിരിക്കും. അത് പക്ഷേ നിങ്ങൾ തിയേറ്റർ നടത്തി അവസാനം വരെ TSR തന്നെ വെക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. അവിടെ പേയ്മെന്റ് ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്ക് ഫുൾ പേയ്മെന്റ് കൊടുത്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TSRനെ കോണ്ടന്റ് പ്രൊവൈഡറായിട്ട് വെക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. പക്ഷേ ഇതുപോലെ ഇപ്പം TSR, ക്യൂബ് പോലുള്ള കോണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ റൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു മീഡിയം പോലെ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അത് ഇവരുടെ പരിപാടി എന്താണെന്നുള്ള കാര്യം നമുക്ക് പോകെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സിനിമ നിർമ്മിക്കുന്ന സിനിമയുടെ ഒരു കാര്യം പറയാം. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ സിനിമ പ്രധാനമായിട്ടും 4 സ്റ്റേജ് വഴിയാണ് നടക്കുന്നത് നമുക്ക് പറയാം. ആദ്യത്തെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോറി ലൈന്, തിരക്കഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വരുന്ന ഒരു സ്റ്റേജ്. അതിനുശേഷം പ്രീ പ്രൊഡക്ഷൻ, അതായത് ഷൂട്ടിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, ഡേറ്റ്സ്, അതുപോലെ പേയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ, ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ സ്റ്റേജ്. പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റേജ്. ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ആക്ടേഴ്സിന്റെ ഡേറ്റ് നോക്കി കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്ന ആ ഒരു പരിപാടി. അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് പിന്നെ നടക്കുന്ന എഡിറ്റിങ്, ഡബ്ബിങ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതെല്ലാം ചെയ്യുന്ന ആ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ്. ഇങ്ങനെ ഈ ഒരു 4 സ്റ്റേജും കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിനിമ ഒരു ഡിജിറ്റൽ ഫോമിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറുള്ള ഒരു ഡിജിറ്റൽ ഫോർമാറ്റാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലവ് വഹിക്കുന്ന ആരാണ്? നമ്മുടെ പ്രൊഡ്യൂസർ തന്നെയാണ്. അപ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ട്, നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ ഡിജിറ്റൽ സാധനം ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇത് വിറ്റാൽ മാത്രമേ പുള്ളി മുടക്കിയ പൈസ പുള്ളിക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പുള്ളി എങ്ങനെ വിൽക്കും? അവിടെയാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു വലിയ വൻ മരം പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസറും നമ്മുടെ തിയേറ്ററും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു പാലമുണ്ടല്ലോ, അതാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്രൊഡ്യൂസറും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറും തമ്മിൽ ഉള്ള ധാരണ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊഡ്യൂസർ എല്ലാ ചിലവുകളും കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് 1 കോടി രൂപ ചിലവായെന്ന് വെച്ചോ. അപ്പോൾ പ്രൊഡ്യൂസർ എന്താ ചെയ്യുന്നത്? ഒരു 3 കോടി രൂപയ്ക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കാന്ന് വെച്ചോ. മൊത്തമായിട്ട് ആ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ്, ആ ഒരു സിനിമ പുള്ളിക്ക് അങ്ങ് സെയിൽ ചെയ്തെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ അണ്ടറിലായിരിക്കും വരുന്നത്. അതായത് സിനിമ ഇനി 100 കോടി അടിച്ചാലും അതുപോലെ തന്നെ സിനിമ വൻ നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ടറുടെ അണ്ടറിലായിരിക്കും വരുന്നത്. പ്രൊഡ്യൂസർക്ക് അതിനകത്ത് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഷെയറിംഗ്. ഈ ഓൾമോസ്റ്റ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി നടക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഷെയറിംഗ് തന്നെയാണ്. അതായത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലൊരു ഷെയറിംഗ് പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്ററുമായിട്ടൊരു ഷെയറിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തിയേറ്ററുകാർക്ക് ഇപ്പോൾ ഒരു 150 രൂപ ഒരാൾ ടിക്കറ്റ് എടുത്തെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിനകത്തൊരു പെർസെൻറ്റേജ് ഉണ്ടാവും. അത് 50 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 50% പൈസ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് പോകും. അതുപോലെ തന്നെ 50% പൈസ നമ്മുടെ തിയേറ്റർ ഓണർക്കും പോകും. ആ ഒരു രീതി. ഈ ഒരു രീതിയാണ് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇത്രയും പ്രോസസ്സ് വഴി സിനിമ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലേക്ക് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർക്ക് നേരെ കൊണ്ടുപോയി തിയേറ്ററുകാർക്കെല്ലാം ഈ സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങ് സിനിമ അങ്ങ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യം നടന്നല്ലോ. പക്ഷെ അങ്ങനെ കളിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ഫയലിൻ്റെ ഫോർമാറ്റ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പൊതുവേ തിയേറ്ററുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തിയേറ്റർ അല്ല സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ വെർഷൻ വരുന്നത്, ഇതിലെ വീഡിയോ വരുന്നത് DPX ഫോർമാറ്റിൽ, അതുപോലെ തന്നെ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വേവ് ഫോർമാറ്റൊക്കെ ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാണേ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഫയൽ നമുക്ക് നേരിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് റൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ കോണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, UFO, ക്യൂബ്, TSR തുടങ്ങിയ കോണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ ഒരു വലിയ ഗെയിം നടക്കുന്നത്. അവിടെ ഒരു മാസ്റ്ററിങ്, ഈ ഒരു ഫയലിന്റെ മാസ്റ്ററിങ് ഫോർമാറ്റ് നടന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ സിനിമ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു DPX ഫയലും അതുപോലെ തന്നെ ഈ ഒരു വേവ് ഫയലും ഒക്കെ കൺവേർട്ട് ചെയ്ത് മാസ്റ്റർ ചെയ്തിട്ട് DCP എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മാത്രമേ തിയേറ്ററിൽ ഇത് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. DCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിനിമ പാക്കേജ്. അപ്പോൾ ഈ ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓഡിയോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, അതുപോലെ തന്നെ ഡേറ്റ ഫയലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ഒരു പിക്ചറും സൗണ്ടും ഒക്കെ വരുന്നത് MXF ഫോർമാറ്റിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ഒരു DXP തുടങ്ങിയ സാധനങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് DCP ആക്കി ഒരു പാക്കേജ് ആക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കോണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള UFO, ക്യൂബ്, TSR തുടങ്ങിയ പരിപാടികളൊക്കെ കമ്പനികളൊക്കെയാണ്. അപ്പോൾ അവർ ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കൃത്യമായിട്ട് അവർ ഏത് പ്രൊജക്ടറാണോ വെച്ചേക്കുന്നത്, അതായത് ഇവരുമായിട്ട് കണക്ട് ആയിട്ടൊരു പ്രൊജക്ടർ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ TSR-ആയിട്ട് ക്രിസ്റ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഈ ഒരു മീഡിയത്തിൽ മാത്രമേ നമുക്ക് ഇത് വർക്ക് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവർ അതായത് അതിന് മുമ്പുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഈ കോണ്ടന്റ് പ്രൊവൈഡേഴ്സിനൊക്കെ മെയിൽ ത്രൂ അല്ലെങ്കിൽ ഫോൺ ത്രൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതൊക്കെ തിയേറ്ററിലേക്ക് എങ്ങനെയൊക്കെ പോകണം, ഏതൊക്കെ ഷോയ്ക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ
ഇതിന് മുമ്പേ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി, ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഇതിന് മുമ്പ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് ഒരു സാധനം കിട്ടി. ഇപ്പം നമ്മുടെ കയ്യിൽ ആ ഒരു കൺവേർട്ട് ചെയ്തിട്ട് ഒരു സംഭവം കിട്ടി. അപ്പോൾ TSR ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു DCP ഫയൽ ഇപ്പോൾ സിനിമ റിലീസ് ആവുന്നത് ഇപ്പം ഏപ്രിൽ 11 നമ്മൾ വർഷങ്ങൾക്ക് ശേഷം റിലീസ് ആവുകയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ 8, ഏപ്രിൽ 9 ഒക്കെ ആകുമ്പോഴത്തേക്ക് TSR ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു DCP ഫയലിനെ അവരുടെ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരു തിയേറ്ററാണെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഓക്കെ ഇന്ന് 8-ാം തീയതി എനിക്ക് സാധനം കിട്ടി. അങ്ങനെ ഞാൻ വിചാരിക്കും ഓക്കെ എൻ്റെ കുടുംബക്കാരെ ആൾക്കാരെയൊക്കെ വിളിച്ച് തിയേറ്ററിനകത്ത് ഇരുത്തിയിട്ട് എന്നാൽ പിന്നെ എല്ലാവരെയും ഒരു 4-5 ഷോ ഞാൻ കാണിക്കാം. ആദ്യം അവർ കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവർ കണ്ടാൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പരിപാടി ഒന്നും നടക്കത്തില്ല. ഈ DCP ഫയൽ നമ്മളെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ നമുക്ക് ഈ DCP ഫയൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു കീ വേണം. ആ കീയുടെ പേരാണ് KDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ KDMന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? കീ ഡെലിവറി മെസ്സേജസ്. നമ്മൾ ഈ സിനിമയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ചിലപ്പം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും KDM എന്ന്. അപ്പോൾ ഇതാണ് സാധനം. ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സിനിമ റൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ 4 ദിവസം മുന്നേ ഈ കീയും കൂടെ അങ്ങോട്ട് ഇട്ട് തന്നു, ഈ ഒരു സാധനം കൂടെ അങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് സിനിമ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പറയല്ലോ, വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11 റിലീസ് ആവുന്നു. രാവിലെ 9-10 മണിക്കാണ് ഫസ്റ്റ് ഷോ എന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ KDM, ഈ TSR അല്ലെങ്കിൽ UFO ക്യൂബ് അവരൊക്കെ അയച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ 10 മണി ഷോ ആണെങ്കിൽ ചിലപ്പോൾ അയച്ചു കൊടുക്കുന്നത് 9 മണിക്കായിരിക്കും കേട്ടോ. അതായത് രാവിലെ 9 മണിക്കായിരിക്കും. അപ്പോൾ അത്രയും ഒരു ഷോർട്ട് ടൈം മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ KDM വെച്ചിട്ടാണ്, ഈ KDM ഇഞ്ചക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു DCP ഫയൽ ഓപ്പൺ ആയിട്ട് ആ ഒരു സിനിമ പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ തിയേറ്ററുകാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ ഈ വന്നേക്കുന്ന കോണ്ടന്റ് കറക്റ്റായിട്ട് ആണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് പ്ലേ ചെയ്യും, എന്നിട്ട് അവർ ഫാസ്റ്റ് ഫോർവേഡ് നോക്കും. ആ സ്റ്റാർട്ടിങ് നോക്കും, പിന്നെ ഇൻ്റർവെലിൻ്റെ ആ ഒരു ടൈം നോക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൻ്റെ പോർഷൻ അതൊക്കെ ഒന്ന് അടിച്ച് നോക്കി. അങ്ങ് പൊതുവെ ചെയ്യുന്ന തിയേറ്ററുകാർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. ഞാൻ ഈ ഓണേഴ്സോട് സംസാരിച്ചെന്ന് പറയല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അങ്ങനെയാണ്. പിന്നെ ചില സമയങ്ങളിൽ ചില അപ്രതീക്ഷിത ട്വിസ്റ്റൊക്കെ സംഭവിക്കാറുണ്ട്. അതായത് അരമണിക്കൂർ 15 മിനിറ്റൊക്കെ മുമ്പേ ഈ KDM വരുവാണെന്നുണ്ടെങ്കിൽ തിയേറ്ററുകാർ ചിലപ്പോൾ റൺ ചെയ്യാതൊക്കെ, അത് പ്ലേ ചെയ്ത് നോക്കാതൊക്കെ ചിലപ്പം തിയേറ്ററിൽ ഷോ കളിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയ്ക്ക് വരാറുണ്ട്. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തിയേറ്റർക്ക് പണി കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ട് വരുമല്ലോ. അപ്പം ഇങ്ങനെ തിയേറ്ററിൽ ഷോ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു വെച്ചു, ഇപ്പം എന്തെങ്കിലും സൗണ്ടിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഷോ നിർത്തി പോകാനേ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അതായത് അവർക്കപ്പം ഈ കോണ്ടന്റ് പ്രൊവൈഡേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഒരു വലിയ മാജിക് നടന്നത് കേട്ടോ. ഞാൻ ശരിക്കും ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. തിയേറ്ററിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവിടെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ആ ഒരു സമയത്ത് തന്നെ അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സ്പോട്ടിൽ തന്നെ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അത്രയും കേപ്പബിൾ ആണ്, അത്ര അഡ്വാൻസ്ഡ് ആണെന്നാണ് ഞാൻ ഈ തിയേറ്റർ ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചും അവർ പറഞ്ഞ കേട്ടോ. അതൊരു സംഭവം വേറെ ലെവൽ പരിപാടിയാണല്ലേ. അതായത് നമ്മളൊരു ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് ഒരു പ്രശ്നം വരുന്നു, നമ്മൾ ഇൻഫോം ചെയ്യുന്നു, അപ്പം തന്നെ കയറി അത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുന്നു. അത് വേറെ ലെവൽ പരിപാടിയാണല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ ഒരു കോണ്ടന്റ് പ്രൊവൈഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടൻസും. ഇപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൈരളി ശ്രീ തിയേറ്ററിൽ എങ്ങനെയാണ് ഈ ഒരു ഷോ വന്നല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു പരിപാടി എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ സംഭവിച്ചേക്കാവുന്ന, ഞാൻ ഈ ഒരു അറിഞ്ഞ വിവരം വെച്ച് ഞാൻ ഒന്ന് അപഗ്രഥിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂട്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമ ഏത് സ്ക്രീനിൽ കളിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറാണ്. അവിടെ തിയേറ്റർ ഓണർക്ക് വലിയ റോളില്ല. ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രിബ്യൂട്ടർ എന്നൊരു വൻമരത്തിന് അവിടെ വലിയൊരു റോള് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആശീർവാദ് പോലുള്ള ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ അവർ തന്നെയാണ്. ഇപ്പം ഈ ഇടനിലക്കാരൊന്നും ഇല്ല. അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോകാനുള്ള ദൂരമൊന്നുമില്ല. എല്ലാം ഇവർ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ അഡ്വാൻറ്റേജ് അവർക്ക് തന്നെ കിട്ടും. അത്ര റിസ്ക്കും ഉണ്ട് കേട്ടോ. അത്ര റിസ്ക്കുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ശ്രീ തിയേറ്ററിലേക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞിട്ടുണ്ടാവും ശ്രീ തിയേറ്ററിലേക്ക് മാത്രം ഈ ഒരു ഷോ റൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ കോണ്ടന്റ് പ്രൊവൈഡർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കോണ്ടന്റ് പ്രൊവൈഡർക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അവിടെ അവർക്ക് വളരെ വലിയൊരു ലാഭം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പ്ലാറ്റ്ഫോമുകളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് ഒരാഴ്ചത്തേക്കാണ് നമ്മൾ ലൈസൻസിനുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. തിയേറ്റർ ഓണറുകാർ ഈ കോണ്ടന്റ് പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീ തിയേറ്ററിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ശ്രീയിലാണ് ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞത്, ശ്രീയിൽ നിങ്ങൾ ഒരാഴ്ചത്തേക്ക് കളിച്ചാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീയിൽ മാത്രം ഇത്ര നമ്പർ ഓഫ് ഷോസ് അവർക്ക് കളിക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചത്തേക്ക് ഈ ഒരു പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഇവർക്ക് അടുത്ത ആഴ്ചത്തേക്ക് കളിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഓണർക്ക് പറയാം, ഓക്കെ ഞങ്ങൾക്ക് ഈ ഒരു വലിയ സ്ക്രീനിൽ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നുണ്ട്,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളൊരു ധാരണയിൽ എത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ക്രീൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് എടുത്ത് അടുത്ത സ്ക്രീനിലേക്ക് ഇടാനായിട്ടോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അവിടെ ഒരു ലൈസൻസിൻ്റെ കളിയുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ 2 തരത്തിലുള്ള ലൈസൻസ് ആണ് വരുന്നത്. ഒന്ന് സിംഗിൾ സ്ക്രീൻ ലൈസൻസ് വരുന്നുണ്ട്, ഒന്ന് കോംപ്ലക്സ് ലൈസൻസ് വരുന്നുണ്ട്. ഈ സിംഗിൾ സ്ക്രീൻ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്രീനിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള ഷോസ് ആയിരിക്കും അവർ ചാർട്ട് ചെയ്തേക്കുന്നത്. അവിടുന്ന് അത് മാറ്റി വേറെ സ്ക്രീനിലേക്ക് ഇടാനുള്ള ഒരു റൈറ്റ്സും ഈ തിയേറ്റർ ഓണർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം, ഈ കോംപ്ലക്സ് ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ക്രീനിലേക്കും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയും തിരിച്ചും ഒക്കെ കളിക്കാം. പക്ഷേ നമ്മൾ സിംഗിൾ സ്ക്രീനിൽ കൊടുക്കുന്ന പൈസയുടെ ഡബിൾ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ കോംപ്ലക്സിന് വരാനായിട്ട് പോകുന്നത്. അത്രയും ചാർജ് ഇപ്പോഴത്തെ കോണ്ടന്റ് പ്രൊവൈഡേഴ്സ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈരളി ശ്രീ തിയേറ്ററിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സിംഗിൾ സ്ക്രീൻ ലൈസൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീയിൽ നിന്ന് മാറ്റാനായിട്ട് ഒരാഴ്ചത്തേക്ക് അവർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് കൈരളിയിലേക്ക് മാറ്റാനുള്ള എല്ലാവിധ സ്കോപ്പും അവിടെ കാണുന്നുണ്ട്. ഇനി അതല്ല, ഈ ഒരു കോംപ്ലക്സിലേക്ക് മാറ്റാനാണെന്നുണ്ടെങ്കിൽ, കോംപ്ലക്സിൽ ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ സ്ക്രീനിലും അവർക്ക് എത്ര സ്ക്രീൻ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചൊക്കെ കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ എത്ര എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര് പറയുന്നില്ല. നമുക്ക് ഇപ്പം നിലവിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോണ്ടന്റ് പ്രൊവൈഡർ വാങ്ങുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്ക്രീന് 10,000 രൂപയ്ക്ക് മുകളിൽ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 20,000-ന് മുകളിലേക്ക് എമൗണ്ട് മാറുന്നുണ്ട് കേട്ടോ. അത്രയും പൈസയാണ് ഒരൊറ്റ ആഴ്ച ഒരൊറ്റ സിംഗിൾ സ്ക്രീന് വേണ്ടി മുടക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഓണേഴ്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ചൂടെ, എന്നാൽ പിന്നെ ഇവരുടെ ഈ ഒരു മൊണോപ്പൊളി മാറ്റിക്കൊണ്ട് ഈ പ്രൊഡ്യൂസറുകാർക്ക് തന്നെ അവരുടേതായിട്ടുള്ളൊരു കോണ്ടന്റ് പ്രൊവൈഡർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അതുവഴി റൺ ചെയ്യാണ്ട് പറ്റത്തില്ലേ? യെസ്, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അത് വളരെയധികം വ്യാപകമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല തിയേറ്ററുകാരും അത് പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് തിയേറ്റർ ഉടമകൾക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. താരതമ്യേന മറ്റു പ്ലാറ്റ്ഫോമുകൾ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ എമൗണ്ട് കുറവാണ്. പക്ഷേ ഈ ഒരു എമൗണ്ട് കുറയുന്ന സമയത്ത് കോണ്ടന്റിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. ഞാൻ ഈ ഓണേഴ്സുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോണ്ടന്റ് ആണ് ഈ ഒരു പ്രൊഡ്യൂസറിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നതാണ് പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിന്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. പ്രൊഡ്യൂസർ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ്റെ സൈഡിൽ നിന്ന് പിന്നെ കോണ്ടന്റ് പ്രൊവൈഡറിലേക്ക് കോണ്ടന്റ് പോകുന്നു. അവർ DCP ഫയല് ക്ലൗഡിലേക്ക് കൊടുക്കുന്നു. ക്ലൗഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ KDM അവർ ഷോയ്ക്ക് മുമ്പ് 1 മണിക്കൂർ മുമ്പായിട്ട് കൊടുക്കുന്നു. KDM ഇഞ്ചെക്ട് ചെയ്യുന്നു, സിനിമ പ്ലേ ചെയ്യുന്നു. സിനിമയ്ക്കകത്ത് എന്തെങ്കിലും എറർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടന്റ് പ്രൊവൈഡേഴ്സിന് ഓൺലൈനായിട്ട് തന്നെ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസറുടെ സാധനം, അതായത് അവരുടെ ഒരു പ്ലാറ്റ്ഫോം വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്യൂബ്, TSR തുടങ്ങിയ അതുപോലത്തെ UFO തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് എന്തായാലും അതൊരു അടിയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റേറ്റ് കുറച്ച് എല്ലാവരും ഒരുപോലെ രീതിയിൽ പോകുന്ന രീതിയിലേക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകാൻ പറ്റും കേട്ടോ. പിന്നെ TSRന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയല്ലോ, ക്രിസ്റ്റി പ്രൊജക്ടേഴ്സ് ഉണ്ട്. അവരുടെ RGB ലേസർ പ്രൊജക്ടറുടെ ഇന്റഗ്രേറ്റഡ് പാർട്ണർ TSR ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്രിസ്റ്റി പൊതുവേ വരുന്ന തിയേറ്ററുകളിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഒന്നുകിൽ TSR ആയിരിക്കും അല്ലെങ്കിൽ UFO ആയിരിക്കും കേട്ടോ. ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൽ കൂടുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയിന്റ് ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ അതിലേക്ക് ഇടുക. അത് നമുക്ക് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അറിയോ, നമ്മുടെ ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവർ എങ്ങനെയാണ് തിയേറ്ററുമായിട്ട് വർക്ക് ചെയ്യുന്നത്, അവരും തിയേറ്ററുകാരുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് പൈസ കിട്ടുന്നത്, തിയേറ്ററുകാർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.